രാമാഷ്ടകം. മുരളീവാല ഘനശ്യാമ നന്ദഗോപാല നന്ദലാല 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 വൃന്ദാവന ഗോകുലബാല മധുരാപുരി നന്ദലാല നന്ദഗോപാല നന്ദലാല നന്ദലാല. നമ്മൾ തൃപ്രയാറപ്പൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തൃപ്രയാറപ്പൻ്റെ ഇന്നലെ നമ്മൾ തൃപ്രയാർ ക്ഷേത്ര മഹാത്മ്യം പറഞ്ഞു. നമ്മൾ ഇന്ന് തൃപ്രയാർ ഭഗവാൻ ഇന്നലെ പറയാൻ വിട്ടുപോയതും, അതായത് നമ്മൾ ഇന്നലെ മീനൂട്ടിനെ കുറിച്ച് പറഞ്ഞു. മീനൂട്ട് ക്ഷേത്രത്തിൽ മീനൂട്ട് എന്ന് പറയുന്ന ഒരു വഴിപാട് നടക്കുന്നുണ്ടെന്നും ഭഗവാന്റെ ക്ഷേത്രത്തിന് മുന്നിലെ തിവ്ര നദിയിലാണ് ഇത് ചെയ്യുന്നതെന്നും വൃശ്ചികത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തൃപ്രയാർ ഏകാദശി എന്ന് നമ്മൾ പറയുന്നതെന്നും ഒക്കെ പറഞ്ഞു ഇല്ലേ. എനിക്ക് തോന്നുന്നത് തൃപ്രയാർ നമ്മളിപ്പോൾ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വെടിവഴിപാടാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ ഒന്നും ഇത് തന്നെയാണെന്നാണ് വിശ്വാസം ഇല്ലേ. പിന്നെ ഇന്നലെ കണ്ട കാര്യം ഇന്ന് ഉണ്ടാവണം എന്നില്ല. കാരണം ഓരോ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഓരോരോ പരിവർത്തനങ്ങളും ഓരോരോ പരിഷ്കാരങ്ങളും ഓരോ ക്ഷേത്രത്തിലും വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പറയുന്ന സമയത്തുണ്ട് ഇത് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എടുത്ത് കേട്ട് നോക്കുമ്പോൾ അയ്യോ ഇതിപ്പോൾ ഇല്ലല്ലോ എന്ന് തോന്നിയല്ലേ ഇല്ലേ, നമുക്ക് ആരെയും പരാതി പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് എടുത്തു പറയുമ്പോൾ നമുക്ക് കൊടിമരമില്ലാത്തൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. കൊടിമരവും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കൊടിയേറ്റും തൃപ്രയാറപ്പനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനില്ല അതൊരു ക്ഷേത്രം. ഏറ്റവും പ്രബലമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് തൃപ്രയാറപ്പൻ്റെ തൃപ്രയാർ തേവരുടെ പുത്രനാണ് ആവണങ്ങാട്ട് ചാത്തൻ എന്നൊരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൂരത്തിന് പോകുന്ന സമയത്ത് ആവണങ്ങാട്ട് പോയിട്ട് മകനെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പ്രായമായ ആചാര്യന്മാർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുത്രസങ്കല്പം എന്നൊന്നുമില്ല, മറിച്ച് ശ്രീരാമസ്വാമികളുടെ അകമ്പടി പോകുന്നതാണ് ആവണങ്ങാട്ട് എന്ന് ഒരു സങ്കല്പമുണ്ട്. എന്താണെങ്കിൽ മനോഹരമായ ഈ സങ്കല്പങ്ങളെ കൊണ്ടാണ് ഭാരതത്തിൻ്റെ ഓരോ ഭൂമികയും ഇല്ലേ, ഭാരതത്തിലെ ഓരോ ആഘോഷങ്ങളും ഉള്ളത്. അതുപോലെ ആറാട്ടുപുഴ പൂരം നമുക്കെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ആറാട്ടുപുഴ പൂരത്തിൻ്റെ മുഖ്യസ്ഥാനം നമ്മുടെ തൃപ്രയാർ തേവർക്കാണ് ആറാട്ടുപുഴ പൂരത്തിൻ്റെ മുഖ്യസ്ഥാനം. പിന്നെ ഇപ്പം ശരിക്കും ക്ഷേത്രം എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലല്ലേ, കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രം വരിക. ശാസ്താവുണ്ട്, ഗണപതിയുണ്ട്, ദക്ഷിണാമൂർത്തിയുണ്ട്, ഹനുമാനുണ്ട്, ഗോശാലകൃഷ്ണനുണ്ട്. അങ്ങനെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഇല്ലേ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മഹാക്ഷേത്രം എന്നങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ പറ്റിയേക്കാം എന്നുള്ള ക്ഷേത്രമാണ് നമ്മുടെ തൃപ്രയാർ തേവരുടെ ക്ഷേത്രം. അപ്പോൾ ഇന്ന് തൃപ്രയാർ തേവരുടെ ഇത് പറയുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് ജപം നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. കാരണം ഇനിയിപ്പം ദിവസമില്ലല്ലോ, തൃപ്രയാർ ഏകാദശിക്ക് ദിവസമില്ല. ഇന്ന് രാമ അഷ്ടകം പറഞ്ഞു തരാം. ഇത് 3, 4, 5 തവണ കേട്ട് ഇത് ഹൃദയസ്ഥമാക്കണം. നമുക്ക് രാമാഷ്ടകം ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസവും 10,008 രാമ 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 രാവിലെ ഒരു കഷ്ടിച്ചൊരു 48 മിനിറ്റ്, വൈകുന്നേരം ഒരു 48 മിനിറ്റ്, ഉച്ചയ്ക്ക് ഒരു 24 മിനിറ്റ്. അപ്പോൾ അത്രയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് രാമാഷ്ടകം നമുക്ക് രാമനാമ ജപം നമുക്ക് കൃത്യമായിട്ട് ഒരു താളത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും, ഒരു കൃത്യമായ ജപസംഖ്യയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഇല്ലേ. ഓം രാമാഷ്ടകം. എനിക്ക് തോന്നുന്നു ഇത് ഹരീഷ് സ്പിരിച്വൽ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി ചാനലിനകത്ത് ഞാനിത് ചെയ്തിട്ടുണ്ടെന്നാണ്, നമ്മളിത് ജപിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. എങ്കിലും ഇത് ഒരിക്കൽ കൂടി ഒന്ന് കേട്ടോളൂ ഇല്ലേ. സത്സംഗം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ കാരണം ജപത്തിന് നമുക്ക് രാമനാമ ജപത്തിന് സമയം കൂടുതൽ വേണം. ഓം ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ രാമമദ്വയം ജടാകലാപശോഭിതം സമസ്ത പാപനാശകം സ്വഭക്ത ഭീതിഭഞ്ജനം ഭജേഹ രാമ അദ്വയം
നിജസ്വരൂപബോധകം കൃപാകരം ഭവാവഹം സമം ശിവം നിരഞ്ജനം ഭജേഹ രാമമദ്വയം. സഹ പ്രപഞ്ചകൽപ്പിതം ഹൃനാമരൂപവാസ്തവം നിരാകൃതിം നിരാമയം ഭജേഹ രാമമദ്വയം. നിഷ്പ്രപഞ്ച നിർവികൽപ്പ നിർമ്മലം നിരാമയം ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഭജവിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ രാമമദ്വയം. ജടാകലാപശോഭിതം സമസ്ത പാപനാശം സ്വഭക്ത ഭീതിഭഞ്ജനം ഭജേഹ രാമ അദ്വയം. നിജസ്വരൂപബോധകം കൃപാകരം ഭവാപഹം സമം ശിവം നിരഞ്ജനം ഭജേഹ രാമമദ്വയം. സഹ പ്രപഞ്ചകൽപ്പിതം ഹ്യനാമരൂപവാസ്തവം നിരാകൃതിം നിരാമയം ഭജേഹ രാമമദ്വയം. നിഷ്പ്രപഞ്ച നിർവികൽപ്പ നിർമ്മലം നിരാമയം ചിദേകരൂപസന്തതം ഭജേഹ രാമമദ്വയം. ഭവാബ്ദിബോധരൂപകം വിശേഷദേഹകൽപ്പിതം ഗുണാകരം കൃപാകരം ഭജേഹ രാമമദ്വയം. മഹാവാക്യബോധകൈർവിരാജമാനവാക്പദൈ പരബ്രഹ്മവ്യാപകം ഭജേഹ രാമമദ്വയം. ശിവപ്രദം സുഖപ്രദം ഭവച്ഛിദം ഭ്രമാപഹം വിരാജമാനദേശികം ഭജേഹ രാമം അദ്വയം. ആകെ 1.5 മിനിറ്റിന് താഴെയേ ഉള്ളൂ. ഇത് ജപിക്കാൻ എത്ര നേരം വേണം ഇല്ലേ? 108 തവണ ജപിക്കാനൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ലേ? മാത്രമല്ല അതൊരു താളത്തിലങ്ങ് ജപിക്കുമ്പോൾ അതൊരു സന്തോഷത്തോടു കൂടി നമുക്കതൊരു ആനന്ദമയമായ ഒരു അനുഭൂതിയുമാവും ഇല്ലേ? അങ്ങനെയുമുണ്ട് അതിനകത്ത് അതിൻ്റെ ഒരു ഗുണം. ഇനി പറയുന്നത് ഫലശ്രുതിയാണ്. രാമാഷ്ടകം പഠതിയ സുകരം സുപുണ്യം വ്യാസേന ഭാഷിതം ഇദം ശൃണുതേ മനുഷ്യ. വിദ്യാം ശ്രിയം വിപുലസൗഖ്യം അനന്തകീർത്തിം സംപ്രാപ്യ ദേഹവിലയേ ലഭത്തെ ച മോക്ഷം.